രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്ന യൂണിറ്റ്സ് 2 ഉണ്ട്, 3, 4 ഉണ്ട്. മൂന്നാമത്തതിൽ നമ്മൾ വേൾഡിന്റെ അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായതും അതിന്റെ കാരണങ്ങളും അതിന്റെ പീസ് ട്രീറ്റികളും, അതിനുശേഷം രണ്ടാം ലോക യുദ്ധമുണ്ടായി, അതിന്റെ കാരണങ്ങൾ, അതിന്റെ ട്രീറ്റീസ്. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ചാപ്റ്റർ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള അപ്രോച്ചസിനെ പറ്റിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ യൂണിറ്റിൽ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പണ്ട് കാലത്ത് മനുഷ്യര് നൊമാറ്റിക് സ്റ്റൈല് റൂള് ജീവിച്ചുകൊണ്ടിരുന്നു. അതായത് നമ്മള് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡുകളും റൂട്ടും ഫ്രൂട്ടും കഴിച്ചിട്ടും, പിന്നെ പതുക്കെ പതുക്കെയാണ് നമ്മൾ മനുഷ്യരാശി അഗ്രികൾച്ചർ, അതായത് കാർഷികത്തിലേക്ക് ഇറങ്ങി. കാർഷികമായി വന്നപ്പോഴത്തേക്കും സ്വന്തമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാനും അഗ്രികൾച്ചർ ചെയ്യാനും പഠിച്ചു. അതിനുശേഷം പ്രൊമോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ സിറ്റികളും അർബനൈസേഷൻ എന്ന് പറയാൻ പറ്റും, ഒരു സാമൂഹിക ജീവിതം പഠിച്ചു. അതിനുശേഷം അവര് വ്യവസായത്തിന്റെ സാധനങ്ങൾ ട്രേഡ് ചെയ്യാനും, അതായത് കച്ചവടം ചെയ്യാനും, ആ കച്ചവടത്തിന്റെ കാരണത്തിൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, അതായത് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ, അതായത് ഞാൻ ഈ പറയുന്നത് മനുഷ്യന്റെ ഗ്രോത്ത് ആണ്, ഏത് ലെവലിൽ ഉണ്ടായിരുന്ന മനുഷ്യന്റെ ഗ്രോത്ത് ആണ് ഈ പറഞ്ഞു പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ലിപികൾ കണ്ടുപിടിക്കുകയും ആ ലിപികളിൽ കൂടെ അവരുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്മെന്റ് വന്നു. അങ്ങനെ വന്ന ആ കാലഘട്ടത്തിൽ പതുക്കെ പതുക്കെ നമ്മൾ ഒരു ബെറ്റർമെന്റ് ആയിട്ടുള്ള, ഒരു സുഖമായിട്ടുള്ള ഒരു യൂറോപ്യൻ സിവിലൈസേഷനിലേക്കാണ് പോകുന്നത്. ഇതിന്റെ കാരണം ഈ പല വിധത്തിലുള്ള ആൾക്കാരും പല വിധത്തിലുള്ള ലോജിക്കും ഡിബേറ്റും റീസൺസ് ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഗ്രാജുവലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടെമ്പറാമെന്റ് ഡെവലപ്പ് ചെയ്യുക. ആ സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പറാമെന്റ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ 18ാം നൂറ്റാണ്ടിൽ കണ്ടു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന ശേഷം പല കമോഡിറ്റീസും, അതായത് കോമൺ ആയിട്ട് ഗ്രാജുവലായിട്ട് കിട്ടിയിരുന്ന നേച്ചറിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസിനെ ഒരു മെഷീൻ മെയ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. അതിനുശേഷം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കച്ചവടം വലുതാക്കി, കച്ചവടത്തിന് വേണ്ടിയിട്ട് കോളനികൾ കണ്ടുപിടിക്കുകയും അതേമാതിരി കോളനിയിൽ നിന്ന് തന്നെ ഈ റോ മെറ്റീരിയൽ എടുക്കുക, പിന്നെ അത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ കൊണ്ടുപോവുക, അതിനുശേഷം അതിനെ മാനുഫാക്ചറിങ് ചെയ്ത ശേഷം ഫാക്ടറി പ്രോഡക്റ്റ് ആയിട്ട് തിരിച്ചു കോളനിയിൽ കൊണ്ടുവന്നു. അതിന്റെ ആ പരിണാമത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഗ്രോത്ത്, അതായത് ഇമ്പീരിയലിസം കൊളോണിയലിസം ഡെവലപ്പ് ആവുന്നു. ഇതിന്റെ ഇടയിലാണ് നമ്മൾ അല്ലെങ്കിൽ മഹാലോക യുദ്ധത്തിനെ പറ്റി പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പോ ഈ സിവിലൈസേഷൻ ഉണ്ടായ, അതായത് മനുഷ്യൻ ഹണ്ടറും ഗ്യാദറും ആയിരുന്ന ആ സിവിലൈസേഷനിൽ നിന്ന് മാറി ഒരു സെറ്റിൽഡ് സിവിലൈസേഷൻ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് താമസിക്കുക എന്ന് ഉണ്ടാവുന്നു. അത് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നത് മെസൊപ്പൊട്ടോമിയയിലാണ്, റിപ്പബ്ലിക് ഓഫ് ഇറാഖ്, ഇപ്പോഴത്തെ റിപ്പബ്ലിക് ഓഫ് ഇറാഖിലാണ്. അതിനെയാണ് നമ്മൾ ക്രേഡിൽ ഓഫ് സിവിലൈസേഷൻ എന്ന് പറയാ. ആദ്യത്തെ 3 മേജർ സിവിലൈസേഷൻസ് ആണ് അവിടെ ഇറാഖിലുണ്ടായത്. ഒന്ന് സുമേരിയൻ സിവിലൈസേഷൻ, പിന്നത്തത് ബാബിലോണിയൻ, പിന്നെ അസീരിയൻ. ഇതെല്ലാം വന്നിട്ടത് റിവർ നൈലിന്റെ സൈഡിൽ കൂടെയാണ്. അപ്പൊ ഈ 2 സിവിലൈസേഷൻ വന്ന് ആദ്യത്തേതായ പെർമനന്റ് സെറ്റിൽമെന്റ് വരുന്നത് എപ്പോഴാണോ സ്ഥിരമായിട്ട് താമസിച്ച് കാർഷികം സ്വന്തം പ്രയോജനത്തിൽ കൂടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് അർബൻ സിറ്റീസ് ഗ്രോത്ത് ആക്കി എടുക്കുന്നു. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞമായ ലിപികളുടെ യൂസും, അത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനും എക്സ്ചേഞ്ചിൽ ഉണ്ടാക്കാനായിട്ട്. ആദ്യത്തെ ലിപി പറഞ്ഞാൽ പിക്ടോഗ്രാഫിക്കൽ സ്ക്രിപ്റ്റ് എന്ന് പറയും, പടം വരയ്ക്കുന്ന മാതിരിയുള്ള. നമ്മൾ ഈ കേവ്മെന്റിലെ അകത്തൊക്കെ കാണുന്നുണ്ട് പിക്ടോഗ്രാഫിക്കൽ സ്ക്രിപ്റ്റ്. പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന 1600-ൽ ചൈനയില് ഷാങ് ഡൈനാസ്റ്റി എന്നുള്ള കാലഘട്ടത്താണ് ചൈനീസ് സിവിലൈസേഷൻ വരുന്നത്. ചൈനീസ് സിവിലൈസേഷൻ ഡെവലപ്പായി വരുമ്പോൾ, അതായത് വെങ്കലത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇത് കൂടാതെ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ
ഉണ്ടാവുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് പാകിസ്ഥാൻ ഇല്ല, ഇൻഡസ് മാത്രമേ ഉള്ളൂ. റിവർ ഇൻഡസിന്റെ സൈഡിൽ ഉണ്ടായ സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ആ റിവർ ഇതിന്റെ കാലഘട്ടം എപ്പോൾ എന്ന് വെച്ചാൽ 2600 മുതൽ 1900 BC വരെയാണ്. അപ്പൊ ഇതിങ്ങനെ മോഡേൺ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എല്ലാം കൂടെയാണ് വരുന്നത്. അതിനെ നമ്മൾ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ഹിന്ദു കൾച്ചറും ഒരു റിച്ച് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറുമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി ക്ലാസിക്കൽ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ സിവിലൈസേഷൻസ് മെഡിറ്ററേനിയൻ സീ, നമ്മൾ നേരത്തെ പറഞ്ഞു മെഡിറ്ററേനിയൻ സീ, അതായത് 2 പ്രത്യേക സിറ്റികളുണ്ട് മെഡിറ്ററേനിയനില്. ഏഷ്യന്റ് ആയിട്ടുള്ള ഗ്രീസും ഏൻഷ്യന്റ് റോമും, റോമൻ സിവിലൈസേഷനും ഗ്രീക്ക് സിവിലൈസേഷനും. ഈ സിവിലൈസേഷൻ കണ്ടിന്യൂസ്ലി നൊട്ടോറിയസ്ലി ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഡാർക്ക് ഏജസ് എന്നാണ്. ആ ഡാർക്ക് ഏജസ് റോമനെയും ഗ്രീക്കിനെയും മാത്രമല്ല, ഫുള്ളായിട്ടുള്ള സിവിലൈസേഷൻസ്, യുറേഷ്യയിൽ ഡെവലപ്പായ എല്ലാ സിവിലൈസേഷനിലും അതിന്റെ ഇഫക്റ്റ് കാണാൻ പറ്റും. 5-6 ശതകത്തിൽ ഈ യൂറോപ്പ് മുഴുവനും പല വിധത്തിലുള്ള ബാർബേറിയന്റെ ഇൻവേഷൻസ് നടക്കുന്നുണ്ട്. അതായത് പല ആൾക്കാര് ജർമ്മൻ സ്ലാബ്സ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യുകയും അവരുടെ ഇൻവേഷൻസ് വലുതായി വരികയും ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത് മംഗോൾ ഇൻവേഷൻ ആണ്. നൊമാറ്റിക് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അവര്, മംഗോളിയൻസ്. 1206 മുതൽ 1405 വരെ എംപയർ ആയ ജർമ്മനിയിൽ നിന്ന് വന്നു. ആർട്ടിക് ഓഷ്യൻ മുതൽ ടർക്കി വരെ, പേർഷ്യൻ ഗൾഫ് വരെ വന്നു. ഇതില് ഈ മംഗോൾ ഇൻവേഷൻ എല്ലാ സ്ഥലത്തും ഭയങ്കര വാരിയർ ഗ്രൂപ്പാണ് അവര്. കുതിരേനെ കൺട്രോൾ ചെയ്യാനും എല്ലാവിധമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവർക്ക് നല്ലപോലെ അറിയാം. ബ്രേവ് ആണ്, സ്ട്രോങ് ആണ്, ഫിസിക്കലി സ്ട്രോങ് ആണ്, മെന്റലി ഓൾസോ സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെ ഇവര് ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആയ ഏഷ്യയിലും യൂറോപ്പിലും ഉണ്ടായിരുന്ന എല്ലാ ഭാഗത്തും അവർ അറ്റാക്ക് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് നോക്കുക യൂറോപ്പിലാണ്. 1500 ഒരു സിവിലൈസേഷൻ, ഡോമിനന്റ് ആയിട്ടുള്ള സിവിലൈസേഷൻ വേൾഡിൽ വന്നത് യൂറോപ്പിലാണ്. ആ യൂറോപ്യൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നോൺ വെസ്റ്റേൺ ഇമിറ്റേറ്റിംഗ് സിവിലൈസേഷൻ ആണ്. അതിൽ കൂടെ അവര് ധനകാര്യം, കൾച്ചറൽ ആയിട്ടുള്ള സിവിലൈസേഷൻ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിവിലൈസേഷൻ എല്ലാം കൂടെ മിക്സ്ഡപ്പ് ആണ്. അപ്പൊ ഈ 15ാം നൂറ്റാണ്ടിൽ അവിടെ 15 മുതൽ 17 വരെ വേണമെങ്കിൽ പറയാം, ലാംഗ്വേജ്, അതായത് പോർച്ചുഗീസ് ലാംഗ്വേജ്, സ്പാനിഷ് ലാംഗ്വേജ്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഡച്ച്, ഇതൊക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് വളർന്ന് വലുതായി. പിന്നെ അവർ അതിനെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അതിനാണ് ട്രേഡിങ്, സ്പൈസസ്, ഗ്രീൻ ടീ അല്ലെങ്കിൽ ടീ, കെയിൻ, ഷുഗർ, ഇങ്ങനെ പലവിധമായ ധാന്യങ്ങളായിട്ടും പ്രഷ്യസ് മെറ്റൽസിനെയും സ്ലേവ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയും അങ്ങനെ ആ 1648 ഫീസ് ഓഫ് വെസ്റ്റ്ഫിലിയ സൈൻ ചെയ്തു. ഇന്നലെ ഞാൻ പറഞ്ഞു. അതിൽ കൂടെ ഒരു ഇൻഡിജിനിയസ് ആയിട്ടുള്ള സോവറിൻ സ്റ്റേറ്റ്സ്, സ്ട്രോങ് ഗവൺമെന്റ് ഇല്ലാത്ത കാരണം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫ്യൂഡൽ ലോർഡ്സിന്റെ ആധിപത്യവും പിന്നെ അത് തകർന്ന് തരിപ്പണമാകുന്നു. അതുകൂടാണ്ട് ബ്രിട്ടനില് 17 മിഡിലും 18 ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നുണ്ട്. ആ ഇൻഡസ്ട്രിയലൈസേഷൻ വഴിയാണ് അവര് വേൾഡിന്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടനെയാണ്. ഈ കൾച്ചർ റിനൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മിഡിൽ ഏജസിൽ നമുക്ക് നടക്കുന്നുണ്ട് ഇൻ ഇറ്റലി. അതിന്റെ പേര് റിനൈസൻസ് എന്നാണ്. ആ റിനൈസൻസ് കഴിഞ്ഞ ശേഷം റിഫർമേഷൻ വരും. അപ്പൊ ഈ ഐഡിയൽ ആയിട്ടുള്ള അതായത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള ആൾക്കാര്, എന്തിനാണ് റീസൺ, റാഷണാലിറ്റി എന്താണ്, സയന്റിഫിക് ടെമ്പറാമെന്റ് എന്താണ്, ഡിബേറ്റ് എന്താണ്, ഇങ്ങനെ എല്ലാം ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്തതാണ് ആ സയന്റിഫിക് സിവിലൈസേഷൻ റിനൈസൻസിന്റെ പീരീഡിൽ. ആ കാലഘട്ടങ്ങളിൽ ടെക്നോളജി ഡെവലപ്പ് ആകുന്നു. അതിൽ കൂടെ സയൻസിന്റെ ടെമ്പറാമെന്റ്, അതാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ആ കാലഘട്ടത്തിലാണ്. അല്ലാണ്ട് ഭൂമിനെ സൂര്യൻ വളം വയ്ക്കുകയല്ല, അത് സയൻസ് ആണ്. അപ്പൊ അങ്ങനെ വന്നിട്ടാണ് അവര്
പല രാജ്യങ്ങളിലേക്കും കടലിൽ കൂടെ പോയി പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷൻ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾക്ക് അമേരിക്കൻ കോണ്ടിനെന്റ് അവർ കണ്ടുപിടിക്കാനുള്ള കാരണം. ആ കാലഘട്ടത്തിൽ ലാൻഡും, അതായത് മെറൈൻ ട്രാൻസ്പോർട്ടേഷൻ, മനുഷ്യനെ ഉപയോഗിച്ചിട്ടാണ് ഈ കപ്പൽ ഉണ്ടാക്കിയിരുന്നതും സ്ലേവ് ആയിട്ട് പിടിക്കുന്നവരായിരുന്നു തുഴഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് നമ്മൾ മെഗലൻസ് റൂട്ട്, പല വിധത്തിലുള്ള ജോഗ്രാഫിക്കൽ റൂട്ട്സ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്, അതായത് സീ റൂട്ട്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നിട്ടാണ് അവസാനം വലിയ വലിയ രാജ്യങ്ങൾ കണ്ടുപിടിച്ചവരെത്തുന്നത്. ഇനി നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് തുടക്കമായ ആദ്യത്തെ വേൾഡ് വാർ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പൊ വേൾഡ് വാറിന്റെ ബിഗിനിങ് തുടങ്ങുന്നത് തന്നെ ഡിക്ലറേഷൻ ഓഫ് വാർ, സെർബിയ ഓസ്ട്രേലിയയുടെ വാറിലേക്ക് ഓസ്ട്രിയ ഹംഗറിക്ക് മേലെ ഒരു അഭിനിവേശം ജൂലൈ 28, 1914 കൊണ്ടുപോകുന്നു. അതിന്റെ ഇതിൽ കൂട്ടത്തിൽ അലൈഡ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ളവരും ഒരു സൈഡിലാണെങ്കിൽ സെൻട്രൽ പവേഴ്സ് മറ്റൊരു സൈഡിൽ. അപ്പൊ ഇവിടെ ഈ ഫോഴ്സസ് പറഞ്ഞ ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കണം. ഈ ഒന്നാം മഹാലോക യുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അതായത് 1789 നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും ഫ്രഞ്ച് റവല്യൂഷന്റെ കാര്യങ്ങളും. അതേമാതിരി ഇറ്റാലിയൻ റീയൂണിഫിക്കേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓട്ടോമൻ എംപയറിന്റെ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടം, നാഷണൽ ഇൻഡിപെൻഡൻസ് ആയ ബാൽക്കൻസും ഈസ്റ്റേൺ യൂറോപ്യൻസും ആ കാലഘട്ടത്തിൽ കൂടെ വന്നു വരുമ്പോഴാണ് നാഷണലിസം എന്നുള്ള ഒരു ഗ്രോത്ത് അവിടെ വരിക. ആ നാഷണലിസം വന്ന ശേഷമാണ് യൂണിഫിക്കേഷൻ വരുന്നു. ആ യൂണിഫിക്കേഷൻ ടൈമില് എന്താ പറയുക വെച്ചാൽ നമ്മൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. ബ്രിട്ടീഷിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, അതായത് ഇന്ത്യയിൽ വന്നപ്പോഴും അവർ തന്നെ പറഞ്ഞിരുന്നു വൈറ്റ് മാൻസ് ബേർഡൻ, അതായത് ഇവിടെയുള്ളവരൊക്കെ മണ്ടന്മാരാണ്, ഞങ്ങൾ അവരെ പഠിപ്പിച്ച് അവരെ ബുദ്ധിയുള്ളവരാക്കണം, അതാണ് അതിന്റെ അർത്ഥം. വൈറ്റ് മാൻസ് ബേർഡൻ ആണ് ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക. ജർമ്മനിയായ കൺട്രി പറഞ്ഞു ഞങ്ങൾ ആര്യൻസ് ആണ്, സൂപ്രമസി ആര്യൻ റേസിലാണ്. അങ്ങനെ അവരും അവരുടേതായ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇക്കണോമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു പോകുന്നത് റീസൺസ് ആണ് എന്തുകൊണ്ടാണ് ഒന്നാം ലോക മഹായുദ്ധം വന്നതെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഇമ്പീരിയലിസം, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നു, കൊളോണിയലിസം വരുന്നു, ഇമ്പീരിയലിസം വരുന്നു. ഇവർക്ക് ആവശ്യമായ, അതായത് ഇമ്പീരിയൽ പവേഴ്സിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ അവർക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് ആദ്യം തുടങ്ങുന്നത്. അതിലേക്ക് ആവശ്യമായ കോട്ടൺ, ചീപ്പ് കോട്ടൺ വേണം, ചീപ്പ് ലേബർ വേണം. അത് ഇവിടെ നിന്ന് പല കോളനികളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ബ്രിട്ടീഷിൽ മാഞ്ചസ്റ്ററിൽ അവരുടെ ഫാക്ടറിയിൽ കൊടുക്കുന്നു, അതിന് മെഷീനിലേക്ക് ഇടുന്നു. പിന്നെ തിരിച്ചത് പ്രോഡക്റ്റ് ആയ ശേഷം അത് അവിടെ ഇംഗ്ലണ്ടിന്റെ ക്ലൈമറ്റിന് ഈ കോട്ടൺ ക്ലോത്ത് ശരിയാവില്ല. സോ ദേ ആർ അതിനെ തിരിച്ച് എവിടെ നിന്ന് കോട്ടൺ കൊണ്ടുവന്നു ആ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ അവർക്ക് സെയിൽസ് ഇംപ്രൂവ് ആവണം. അങ്ങനെയാണ് ഇവിടെ ഇക്കണോമിക്കലി ഇമ്പീരിയലിസം അടിച്ചുറപ്പിക്കലാണ്. അപ്പോൾ ഇതിന്റെ കാരണത്താൽ പല വിധത്തിലുള്ള കോൺഫ്ലിക്ട്സും റൈവലറീസും ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സീക്രട്ട് അലയൻസ് സിസ്റ്റമാണ്. സീക്രട്ട് അലയൻസ് സിസ്റ്റം ഫോം ചെയ്യുന്നത് ഫ്രാങ്കോ പ്രഷ്യൻ വാറിലും ജർമ്മനി ആ സമയത്ത് ട്രൈ ചെയ്തു. ഫ്രാൻസ് വീക്കായിരുന്നു. ആ കാലഘട്ടത്താണ് നമ്മൾ ബിസ്മാർക്ക്, അതായത് ജർമ്മനിയുടെ സ്ട്രോങ് ലീഡറായ ബിസ്മാർക്ക്, 20 കൊല്ലമാണ് ബിസ്മാർക്ക് ജർമ്മനി ഭരിച്ചതും. അതിനുശേഷം ഒരു സീക്രട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് അവര് ആരൊക്കെ തമ്മിലാന്ന് വെച്ചാൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വെച്ചാൽ റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ കോൺഗ്രസ് ഉണ്ടാക്കി, ഓഫ് ബെർലിൻ ഉണ്ടാക്കി, ലീഗ് ഓഫ് 3 എംപറേഴ്സ്, അതായത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി ആൻഡ് റഷ്യ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ജർമ്മനി ഒരേ സമയം തന്നെ 2 അലയൻസ് ഉണ്ടാക്കി. ഒന്ന് റഷ്യയുടെ കൂടെയും പിന്നെ ഒന്ന് റീഇൻഷുറൻസ് ട്രീറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇറ്റലിയും ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ട്രിപ്പിൾ അലയൻസ്, അതായത് ഐസൊലേറ്റ് ചെയ്യുക, ഫ്രാൻസിനെ ഐസൊലേറ്റ് ചെയ്യുക, അതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ബിസ്മാർക്കിന്റെ വാഴ്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ അത് ഫ്രാൻസും റഷ്യയും കൂടെ
ചാലഞ്ച് ചെയ്തു ഈ ട്രിപ്പിൾ അലയൻസിനെ. 1904 ബ്രിട്ടീഷിനും ഫ്രാൻസിനുമായി റിസോൾവ് ചെയ്ത് അവർ ഒരു എൻറ്റിറ്റി കോഡിൽ സൈൻ ചെയ്യാണ്. അപ്പോൾ ഇതിൽ കൂടെ 1907 ഒരു സൈനിങ് ഓഫ് ട്രീറ്റി, ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ട്രിപ്പിൾ എൻറ്റിറ്റി ഫോം ആവുന്നത്. അപ്പൊ ഈ ട്രിപ്പിൾ എൻറ്റിറ്റിയും ട്രിപ്പിൾ അലയൻസും തമ്മിൽ 2 ഗ്രൂപ്പായി യൂറോപ്യൻ സെക്ടറിൽ. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻറ്റിറ്റി. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മിലിറ്ററി സ്ട്രെങ്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തൊരു റീസെന്റ് ഫസ്റ്റ് വേൾഡ് വാറിന് പറയുകയാണെങ്കിൽ ആംസിന്റെ റേസ്, വളരെ കൂടുതലായിട്ടുള്ള യുദ്ധ പടക്കോപ്പുകൾ ഉണ്ടാക്കുക. അത് പ്രത്യേകമായിട്ടും നെപ്പോളിയന്റെ ആർമിയും നെപ്പോളിയന്റെ അഡ്വഞ്ചറും സമയത്താണ് അത് കൂടുതൽ വരുന്നത്. നെപ്പോളിയനെ എപ്പോഴാണോ നമ്മൾ വാട്ടർലൂവിൽ ഡിഫീറ്റ് ആക്കുന്നത്, അപ്പോൾ ഇത് ന്യൂ പവേഴ്സും കൂടെ ഈ ആംസ് റേസിൽ ജോയിൻ ചെയ്യാണ്. ജർമ്മനി, റഷ്യ, ഓസ്ട്രിയ, ഹംഗേറി ഇതെല്ലാം കൂടെ ഒരു മിലിറ്ററി പവർ ആവുന്നു. പിന്നെ ജപ്പാൻ ഒരു അടുത്തൊരു മിലിറ്ററി സ്ട്രെങ്ത് ആയിട്ട് വരികയും ആ ജപ്പാന്റെ കൺസേൺ ഓൺലി ഫോർ ചൈന ആൻഡ് കൊറിയ ആയിരുന്നു. ബട്ട് റഷ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇതിലേക്ക് ഇൻവോൾവ് ആകുന്നുണ്ട്. വാർ വന്നത് അല്ലെങ്കിൽ യുദ്ധം വന്നത് എസ്റ്റാബ്ലിഷിങ് എന്ത് കണ്ട് ഞങ്ങളാണ് സുപ്പീരിയർ എന്നുള്ള ആ ഇന്റർനാഷണൽ ലെവലിലുള്ള സുപ്പീരിയോറിറ്റി കാണിക്കാനുള്ള ഒരു തകൃതിയിലാണ് ഈ വാർ തുടങ്ങുന്നത്. ഈ ആംസ് റേസിൽ ആംഗ്ലോ ജർമ്മൻ റൈവലറി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേസമയം തന്നെ ബ്രിട്ടൻ ഒരു സൂപ്പർ പവർ ആയിട്ട് മാറിയും, അതായത് കടലിലുള്ള പവർ, കടൽ പവർ അവർ 19ാം നൂറ്റാണ്ടിൽ അവർ വരുന്നു. ജർമ്മനിയിൽ ആ കാലഘട്ടത്തിൽ വന്നത് എംപറർ കൈസർ വില്യം II ആണ്. അങ്ങേരുടെ ആർമിയും ബ്രിട്ടന്റെ ഐസൊലേഷനിലും എല്ലാം കൂടെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് ജർമ്മനി കടലിന്റെ ഒരു ആധിപത്യം അവർക്കും കിട്ടുന്നു. ഇനി പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്റർനാഷണലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്നപ്പോഴത്തേക്കും പരസ്പരം കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലാണ്ട് വരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നത്. അത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ കൂടിയും ഇമ്പീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ദേഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ റൈവലറി കണ്ടിന്യൂ ആകുന്നതും ഈ യുദ്ധം പടക്കോപ്പുകൾ കൂട്ടി കൊണ്ടുവന്ന് വരുന്നപ്പോൾ അതിന് കൺട്രോൾ ഇല്ലാണ്ടായി. പിന്നെ 2 ഹേഗ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അത് എന്തിനാ ഹേഗിൽ വെച്ച് കോൺഫറൻസ് വെച്ചാല് പീസ്ഫുൾ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഡിസ്പ്യൂട്ട്സും എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ കുറവുകൾ സമാധാനപരമായി സംസാരിച്ച് തീർക്കാനാണ് ഈ 2 കോൺഫറൻസ് നടത്തിയത്. പക്ഷെ ഒന്നും അതിൽ കൂടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള റോള് പിന്നത്തെ കാരണം എന്ന് വെച്ചാല് പ്രസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള റോള്. ആ പ്രസ് ഇങ്ങനെ എഴുതി വിടുന്നത് മുഴുവൻ നെഗറ്റീവാണ് ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി. അങ്ങനെ 40 വർഷം മുമ്പ് തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു. ഈ പല വിധത്തിലുള്ള ടെൻഷൻസും ആ പ്രസിന്റെ ആധിപത്യവും അങ്ങനെ വന്ന് മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലും ഒരു വാർ സൈക്കോളജി തന്നെ അവരുണ്ടാക്കിയെടുത്തു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ പല അംബീഷ്യസ് ലീഡേഴ്സ് ഉണ്ട് ആ കാലഘട്ടങ്ങളിൽ. കൈസർ വില്യം സെക്കൻഡ് ജർമ്മനിയിൽ സൂപ്രമസി എടുത്തു. റഷ്യയിലാണെങ്കിൽ സാറും അങ്ങേരുടെ വൈഫും ഓവറായിട്ട് അംബീഷ്യസ് ആണ്. അവര് സെർബിയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് എഗെയിൻസ്റ്റ് ആയിട്ട് ഓസ്ട്രിയനെയും ഹംഗേറിയിലേക്കും അവർ ഡിക്ലെയർ ചെയ്യുന്നത്. പിന്നെ ഈ റൈവലറി അല്ലെങ്കിൽ ഈ പരസ്പര വിരുദ്ധം ഓസ്ട്രിയ ആൻഡ് സൈബീരിയ കണ്ടിന്യൂ ചെയ്ത് ഇന്റർനാഷണൽ സിറ്റുവേഷനായി മാറുകയാണ്. അപ്പൊ ഈ സ്ലേവ് ടെറിട്ടറീസ് ആയ അവർക്ക് കടലിൽ ആധിപത്യം സാധിക്കുന്നില്ല. അപ്പൊ സെർബിയ എന്താ ചെയ്ത വെച്ചാല് സ്ലേവ് നാഷണലിസം യുണൈറ്റ് ചെയ്യാൻ നോക്കി. എല്ലാ സദേൺ സ്ലാബ്സിനെ കൂടെ ഒരുമിച്ച് യുണൈറ്റ് ചെയ്യാൻ നോക്കി. ഈ ടെൻഷൻ കാരണം അപ്പോ ഈ ഇങ്ങനെ യുണൈറ്റ് ചെയ്യുന്ന സദേൺ ആ ഏരിയകളൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ റഷ്യ ഇന്റർഫിയർ ചെയ്യുന്നു. ആ റഷ്യയുടെ സാറും അവരുടെ വൈഫും ഇന്റർഫിയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെയും ഒരു സ്പാർക്ക് ഫയർ വരികയാണ്. ഇനി ഇവരെന്താ ചെയ്യുന്നതില് ആർച്ച് ഡ്യൂക്ക് ഫെർഡിനൻഡ്, ഓസ്ട്രിയയുടെ ഹെയർ അപ്പാരന്റ് ആയ
അങ്ങേരെയും വൈഫിനെയും ജൂൺ 28 1900 അപ്പൊ അതിനെ നമ്മൾ അസാസിനേഷൻ എന്നാണ് പറയാ, രാഷ്ട്രീയമായിട്ട് കൊലപ്പെടുത്തുക. അങ്ങനെ വരുന്നപ്പോഴത്തേക്കും അവിടെ ഈ സ്ലേവ് എക്സ്ട്രീമിസ്റ്റിന്റെ പേരിലാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ ചെയ്തെച്ചാല് ഓസ്ട്രിയ 48 മണിക്കൂർ അൾട്ടിമം കൊടുത്തു ഈ ഡിമാൻഡ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ വന്നിട്ടാണ് ഒരു വാറായിട്ട് ജർമ്മനി ഡിക്ലെയർഡ് വാർ ഓൺ ഓസ്ട്രിയന്റെ അടുത്ത്. സോഫ്റ്റ് അപ്രോച്ച് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആകാത്തത് കൊണ്ട് റഷ്യ എന്ത് ചെയ്തു, മൊബിലൈസ് ചെയ്തു, അവരുടെ ആർമിയെ മൊബിലൈസ് ചെയ്തെടുക്കുകയും ജൂലൈ 30 1914 ഒരു സെർബിയ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. അപ്പൊ റഷ്യയുടെയും അല്ലെങ്കിൽ ജർമ്മനി റഷ്യയോട് പറഞ്ഞു വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ വിഡ്രോ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും, നമ്മൾ അറ്റാക്ക് ചെയ്യും, സെർബിയ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. റഷ്യ തിരിച്ചു പോയില്ല. ഓഗസ്റ്റ് 1 അവര് സെർബിയയുടെ മേലും റഷ്യയുടെ മേലും ജർമ്മനി അറ്റാക്ക് ചെയ്യുന്നു. അതാണ് തുടക്കം. ഇപ്പൊ ഈ ജർമ്മനിയുടെ അറ്റാക്ക് ഫ്രാൻസിലും ഓഗസ്റ്റ് 3 ഇൻവേഡ് ചെയ്ത് ബെൽജിയത്തിലേക്കും ഫ്രാൻസിന്റെ ഭാഗമുള്ള ബെൽജിയൻ ബോർഡറിലും വരുന്നുണ്ട്. അപ്പൊ ഈ ബൾഗേറിയ അതേമാതിരി ആ നെയ്ബർഹുഡിലുള്ള ബൾഗേറിയ ടർക്കി ജോയിൻ ചെയ്യുന്നു ജർമ്മനിയുടെ സൈഡിലും, ഓസ്ട്രിയ ഹംഗേറി. ഇങ്ങനെ ഈ സെൻട്രൽ പവേഴ്സിൽ കൂടെ ഓരോ പവറും ഒരാളെ അലൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിന് അസോസിയേറ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്കും മറ്റേ സൈഡിലും ഇതേമാതിരി ടെറിട്ടറീസ് പിടിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ജർമ്മനി ഫോഴ്സ് ചെയ്യുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ആ വാറിലേക്ക് നിർബന്ധമായിട്ട് വരുത്താനും. അതേമാതിരി തന്നെ അവരുടെ US ഷിപ്സ് ഒക്കെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ വെച്ച് അവര് മുക്കുകയാണ്. അപ്പൊ റഷ്യക്ക് എന്താ ചെയ്യുക, റഷ്യ വേഗം തന്നെ വിഡ്രോ ചെയ്തു, വാറിൽ നിന്ന് വിഡ്രോ ചെയ്തു. അവരുടെ റഷ്യയിൽ നടന്നിരുന്ന ഒരു റവല്യൂഷൻ ഉണ്ട്, ഇന്റേണൽ റവല്യൂഷൻ ആണ് അത്. അതിന്റെ പേരാണ് ബോൾഷെവിക് റവല്യൂഷൻ. അത് റഷ്യയിൽ നടന്ന ശേഷം അവർക്ക് റഷ്യക്ക് ഇന്റേണൽ ആയിട്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ റഷ്യ വേഗം നിന്ന് ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് തിരിച്ചുപോയി. സറണ്ടർ ചെയ്യേണ്ടി വന്നു ജർമ്മനിക്ക്. ഫസ്റ്റ് വേൾഡ് വാറില് ജർമ്മനീനെ ഡിഫീറ്റ് ചെയ്തെടുക്കാൻ അൺകണ്ടീഷണലി ആണ് സറണ്ടർ വരിക. അതായത് ജർമ്മനീനെ അവരുടെ നവംബർ 1914 ഈ ഫസ്റ്റ് വേൾഡ് വാർ 4 കൊല്ലമാണ് നടക്കുന്നത്. 14 മുതൽ 18 വരെയും. അവസാനം ജർമ്മനി സറണ്ടർ ആവുന്നു. സറണ്ടർ ചെയ്യേണ്ടി ചേരുമ്പോൾ ഒരു കണ്ടീഷൻസ് വയ്ക്കാൻ പാടില്ല എന്നുള്ള ലെവലാണ് അത് സറണ്ടർ ആവുന്നത്. അപ്പൊ സെൻട്രൽ പവേഴ്സ് അതിനെ ഡിഫീറ്റ് ചെയ്തു. അവർക്കൊക്കെ ഓരോ പീസ് ട്രീറ്റീസ് ഉണ്ടാക്കി അത് ഇമ്പോസ് ചെയ്യാണ്. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് എന്താണ് ഈ പീസ് ട്രീറ്റി. അതായത് ട്രീറ്റി എന്ന് വെച്ചാൽ സന്ധി എന്ന അർത്ഥം മലയാളത്തില്. അപ്പോ ഈ സന്ധികളിൽ കൂടെ അലൈഡ് ഫോഴ്സസും സെൻട്രൽ ഫോഴ്സസും 1919 മുതൽ 20 വരെ പല ട്രീറ്റി ഉണ്ട്. ആ വാർ നിൽക്കുന്നത് ആദ്യത്തെ ട്രീറ്റി ഓഫ് വെർസൈൽസ് ആണ്. അവിടെ സൈൻ ചെയ്തത് അലൈസ് ആൻഡ് ഡിഫീറ്റഡ് ജർമ്മനി. സെപ്പറേറ്റ് ട്രീറ്റീസ് ഉണ്ടാക്കി അത് ഡിഫീറ്റഡ് ആയ പവേഴ്സിന് ആ ട്രീറ്റിയുടെ പേര് ട്രീറ്റി ഓഫ് സെന്റ് ജർമൻ വിത്ത് ഓസ്ട്രിയ 19 സെപ്റ്റംബർ 10 1919. പിന്നെ വരുന്ന ട്രീറ്റി നവംബർ 27 1919 ട്രീറ്റി ഓഫ് നുലിയ വിത്ത് ബൾഗേറിയ നവംബറില്. പിന്നെ ട്രീറ്റി ഓഫ് ട്രിയാൻ ആൻഡ് ഹംഗറി വിത്ത് ഹംഗറി ആയിട്ടാണ് അവർ ട്രീറ്റി സൈൻ ചെയ്യുന്നത്. അത് ജൂൺ 4 1920. ഇനി ആദ്യമായിട്ട് എടുത്തു പറയാൻ പോകുന്നത് ട്രീറ്റി ഓഫ് വെർസൈൽസ്. അതിന്റെ ആദ്യത്തെ കാരണം എന്തായിരിക്കും, അവർക്ക് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിപ്പോയി ജർമ്മനിക്ക്. കാരണം ജർമ്മൻ ഡെലിഗേറ്റ്സിനോട് കൺസൾട്ട് കൂടെ ചെയ്യാണ്ടാണ് ഈ ട്രീറ്റി ഉണ്ടാക്കിയത്. ഇവരെ പാരീസിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് അവരെ മുഴുവനും പോലീസുകാരുടെ ഹോട്ടൽസിൽ മുഴുവനും ചുറ്റും വയർമാനും പോലീസ്മാനും ഇരിക്കുന്നു. മാത്രമല്ല ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അവരെ കൊണ്ട് നിർബന്ധമായിട്ട് സൈൻ ചെയ്യിക്കാണ്. സെക്കൻഡ് ടൈം അവരെ വിളിപ്പിച്ചു, അതിനുശേഷം അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അപ്പൊ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ള ഡെലിഗേഷൻസിന് കൂടെ ഒരു മെയിൻ ടേബിളിൽ അവര് സന്ധി സംഭാഷണത്തിട്ട് വന്നവരുടെ ആൾക്കാരെ ആതിഥ്യ മര്യാദ ഇല്ലാണ്ട് അവരെ ഇരിക്കാൻ കൂടെ സമ്മതിക്കാണ്ടാണ് അവരെ ഒരു ക്രിമിനൽസ് മാതിരിയാണ് ആ സമയത്ത് അവരെ ട്രീറ്റ് ചെയ്തതും. ഈ പ്രൊവിഷൻസ്
ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഹാർഷായിട്ടും ഹാർഡായിട്ടുള്ള ട്രീറ്റിയാണ്. അതായത് ജർമ്മനിക്ക് അവരുടെ പല ഭാഗങ്ങൾ നഷ്ടപ്പെടുന്നു. അതിന് കൂടാണ്ട് അവർക്ക് കടലിലുള്ള ഓവർസീസിൽ അപ്പുറത്തുള്ള കടലിലുള്ള ടെറിട്ടറിയും അവർക്ക് നഷ്ടം വരുന്നു. 15% അവരുടെ ട്രീറ്റി സന്ധിയിൽ കൂടെ പോയി. പിന്നെ 10% അവരുടെ പോപ്പുലേഷനും പോയി. വളരെ ഈ ജർമ്മനിയെ വളരെ ലോസസ് ആണ് ഫേസ് ചെയ്യേണ്ടി വന്നത്. അവരുടെ ആർമീനെ ക്രിപ്പിളാക്കി ചെയ്തു, ആർമിയുടെ സ്ട്രെങ്തിനെ കുറച്ചു, നേവൽ ക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ്, സബ്മറൈൻസ്, എയർഫോഴ്സ് ഇതെല്ലാം പിടിച്ചടക്കി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ട്രീറ്റി ഓഫ് വെർസൈൽസിന്റെ ഒബ്ജക്റ്റ് എന്തായിരുന്നു? യുദ്ധം, ഒന്നാം മഹാലോക യുദ്ധം നിർത്തണം, അതിനുശേഷം വളരെ ലോങ് ലെവലിലുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരണം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കത് കാണാൻ പറ്റും, അത് നടക്കുന്നില്ല. രണ്ടാം മഹാലോക യുദ്ധം ഒരു 20 വർഷത്തിന് ശേഷം അത് ഈ ട്രീറ്റി ഉണ്ടാക്കിയിട്ട് ശേഷവും ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷം 1920 നമ്മൾക്ക് അവര് ഇനിയൊരു യുദ്ധം വരാണ്ടിരിക്കാനാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു. ഈ ലീഗ് ഓഫ് നേഷൻസിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം ഇനിയൊരു രണ്ടാം മഹാലോക യുദ്ധം വരാൻ പാടില്ല. പക്ഷെ അത് നടന്നില്ല. രണ്ടാം മഹാലോക യുദ്ധം നടന്നു. അപ്പോൾ ഈ ലീഗ് ഓഫ് നേഷൻസ് അതിനെ നള്ളിഫൈ ചെയ്ത് അവരുടെ ഒബ്ജക്റ്റീവ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെയാണ് നമ്മൾക്ക് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വരുന്നത്. അത് ഞാൻ വരുന്നുണ്ട് ആ ഭാഗത്തിലേക്ക്. അപ്പോൾ ഈ ജർമ്മന്റെ അറ്റാക്ക് പോളണ്ടില് രണ്ടാം മഹാലോക യുദ്ധം നടക്കുന്നത് സെപ്റ്റംബർ 1 1939. ജർമ്മനി പോളണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അറ്റാക്ക് ചെയ്ത ഉടനെ ബ്രിട്ടനും ഫ്രാൻസും കൂടെ പോളണ്ടിനെ സഹായിക്കാൻ വേണ്ടി വരും. അവിടെ അവർ തിരിച്ചൊരു അറ്റാക്ക് ചെയ്യുന്നു. ജർമ്മനിയിലേക്ക് തിരിച്ചൊരു അറ്റാക്ക് വരുന്നു സെപ്റ്റംബർ 3. 2 ദിവസം കഴിഞ്ഞ ഉടനെ തിരിച്ചു ജർമ്മനിക്ക് ഇവരുടെ ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും ആർമീനെ ഫേസ് ചെയ്യേണ്ടി വന്നു 1939. പിന്നെ ഇങ്ങനെ വാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ കുറച്ചു കാലത്തേക്ക് ഇറ്റലി ന്യൂട്രൽ ആയിട്ട് നിന്നു, ജോയിൻ ചെയ്തില്ല. ജൂണിലാണ് ജർമ്മനിയുടെ ഭാഗത്തേക്ക് ഇറ്റലി 1940 ജൂണിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഈ ഓരോ വാറും വിക്ടറിയും ജയം വരുമ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയൻ 22 ജൂണില് 1941 ഇതിലേക്ക് എൻട്രി ആവുകയാണ്. അതേമാതിരി തന്നെ USA ഈ സെക്കൻഡ് വാറിലേക്ക്, മഹായുദ്ധത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ USA നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് പേൾ ഹാർബർ ജപ്പാനിൽ ബോംബാർഡ് ചെയ്തത്. അപ്പോൾ പേൾ ഹാർബറിൽ അവരുടെ അമേരിക്കൻ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതായത് അവരുടെ ഷിപ്പൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു സെപ്റ്റംബർ 7. അപ്പൊ ഈ ജപ്പാന്റെ അറ്റാക്ക്, അതായത് അമേരിക്കയുടെ കപ്പലുകൾ പേൾ ഹാർബറിൽ നങ്കൂരമിട്ട് കിടക്കുമ്പോൾ ഡിസംബർ 7 1941 ജപ്പാൻ വലിയ സ്ട്രോങ് ആയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യും. ആ അറ്റാക്കിൽ കൂടെ അവര് അതൊക്കെ നശിപ്പിക്കുകയും പേൾ ഹാർബർ നശിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ അലൈസായ ഗ്രൂപ്പിലുണ്ട് ഇവരുടെ അലൈസായ ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, USA ആൻഡ് അവരുടെ അലൈസും. അതിന്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ആക്സിസ് പവർ എന്ന് പറയും. ഇത് ഈ 4 പവറിനെയാണ് നമ്മൾ അലൈസ് എന്ന് പറയാ. ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, USA അവരുടെ ഗ്രൂപ്പ്. ആക്സിസ് പവർ എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അത് ലേറ്റർ ആയിട്ട് ഡെവലപ്പ് ആകുന്നത്. അവര് അവസാനം അൺകണ്ടീഷണൽ ആയിട്ട് ഇറ്റലിക്ക് സറണ്ടർ ചെയ്യേണ്ടി വരുന്നു, ജർമ്മനും ജപ്പാനും. ഇനി ഈ രണ്ടാം മഹാലോക യുദ്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ആദ്യത്തെ കാരണം ട്രീറ്റി ഓഫ് വെർസൈൽസ് ഫെയിൽഡ് ആയിപ്പോയി. പിന്നെ ട്രീറ്റി വളരെ ജർമ്മനിക്ക് ട്രീറ്റി ഓഫ് വെർസൈൽസ് വരെ നഷ്ടപ്പെട്ടു. ഫ്രാൻസ് ജർമ്മനി ഡിഫീറ്റ് ചെയ്തു 1871. അതിന് മേലെ ആ അവെഞ്ച് എടുക്കാനുള്ള ഒരു ഇൻസൾട്ടായിരുന്നു. പാരീസ് കോൺഫറൻസിൽ ഫ്രാൻസ് ജർമ്മനിയെ ഹ്യൂമിലിയേറ്റ് ചെയ്തു.
അതേമാതിരി അവരെ ടെറിട്ടറി പിടിച്ചെടുക്കുക, മിലിറ്ററി പിടിച്ചെടുക്കുക. അപ്പൊ ഹിറ്റ്ലർ ആ സമയത്താണ് ലീഡർഷിപ്പ് എടുക്കുന്നത്. ആ ലീഡർഷിപ്പ് ഹിറ്റ്ലർ എടുത്ത ലീഡർഷിപ്പിൽ ഹിറ്റ്ലർ ഡിസൈഡ് ചെയ്തു ഇവർക്ക് ഒരു ഇൻസൾട്ടിന് പാരീസ് കോൺഫറൻസിൽ കിട്ടിയ ഇൻസൾട്ട് തിരിച്ചു കൊടുക്കണമെന്ന്. ഇനി അടുത്ത കാരണം അറിയാണെങ്കിലോ, വളരെ കളക്റ്റീവായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൽ. അതിനുശേഷം ആ സെക്യൂരിറ്റി സിസ്റ്റം വഴി ഇമ്പോസ് ചെയ്തിട്ടുള്ള ഇക്കണോമിക് സാങ്ഷൻസോ അല്ലെങ്കിൽ മിലിറ്ററി സപ്പോർട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയ ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്തിരുന്നതാണ്. ആ ലീഗ് ഓഫ് നേഷൻസിൽ കൂടെ ഒന്നും ഇഫക്റ്റീവ് ആകാത്തത് കൊണ്ടാണ് വാറിൽ ജപ്പാൻ ഇൻവേഡ് ചെയ്യുന്നു ചൈനേനെ. അതിന്റെ മഞ്ചൂറിയ എന്ന് പറയുന്ന പ്രോവിൻസിനെ ജപ്പാൻ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ജപ്പാൻ വളരെ ഒരു പോലീസ് ആക്ഷൻ മാതിരിയാണ് പെരുമാറുന്നത്. അപ്പൊ ലീഗ് ഓഫ് നേഷൻസ് പറയുന്നതൊന്നും ഇവര് വെക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനോ താല്പര്യമില്ല. അപ്പൊ ഈ ജപ്പാന്റെ ആധിപത്യം മക്കാച്ചുവിൽ കൂടുതലാവുകയും ലീഗ് ഓഫ് നേഷൻസ് ചോദിച്ചതിലൊന്നും ഇവര് പെർമനന്റ് മെമ്പർ ആക്കുകയും പവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനായി മാറുന്നു. 1935 ഇറ്റലി ഒരു വാർ അല്ലെങ്കിൽ യുദ്ധം അബിസീയ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ എംപയറിലേക്ക് വരികയാണ്. അവിടെ ലീഗ് ഓഫ് നേഷൻസ് എക്കണോമിക് സാങ്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഇറ്റലിനെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേഷനാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ആക്ഷനും നടക്കുന്നില്ല. അതായത് ലീഗ് ഓഫ് നേഷൻസിന് ഒരു ആക്ഷനും ജർമ്മനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടക്കാൻ പറ്റാത്ത ഒരു ക്ലോസ് ആയിപ്പോയി. വേഴ്സൈൽസ് ട്രീറ്റിയും റീമിലിറ്ററി അവരുടെ റൈൻലാൻഡ് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആ റൈൻലാൻഡില് വല മെഷീനറീസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ അടിച്ചുകൊണ്ട് പോയത് കൊണ്ട് അവിടെ പിടിക്കണം, ആ ചെക്കോസ്ലോവിയ ഡിസംബാർക്ക് ചെയ്യണം, കളക്റ്റീവ് സിസ്റ്റം പോയി. അതൊരു കാരണമായി സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകാൻ. ഇനി ഫെയിലിയർ ഓഫ് ഡിസാർമമെന്റ്, എല്ലാ വിധത്തിലുമുള്ള ഫെയിലിയർ ഓഫ് ഡിസാർമമെന്റ് നമ്മൾ കാണുന്നുണ്ട്. ജർമ്മനി ഡിസാംഡായി, നേഷൻസ് ഒക്കെ ഡിസാംഡായി. ജർമ്മനി ലീഗ് ഓഫ് നേഷൻസ് വിട്ടു. അതൊക്കെ ഇനി ഞങ്ങള് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കരുതെന്ന് പറയും. ജർമ്മനി എന്താ ചെയ്ത വെച്ചാല് അക്യുമുലേഷൻ തുടങ്ങി, അതായത് വെപ്പൺസ് കൂടുതലായിട്ട് ശേഖരിക്കാൻ തുടങ്ങി. വേൾഡ് എക്കണോമിക് ക്രൈസിസ് ആണ് നെക്സ്റ്റ് കാരണം. അത് 1929 അമേരിക്ക അവരുടെ എല്ലാ ലോൺസും ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിന് കൊടുത്തുന്ന എല്ലാവിധമായ ലോൺസ് നിർത്തി. ആ ജർമ്മനീനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ ലോൺസ് നിർത്തി. ഇതിൽ കൂടെ വരുമ്പോ 7 ലക്ഷം ആൾക്കാർ ആണ് ജോലി ഇല്ലാണ്ടായത്. ജർമ്മനിക്ക് അവരുടെ പേയ്മെന്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റാണ്ടായി. നാസി വന്നു, അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ നാസി ഡിക്റ്റേറ്റർഷിപ്പ് വന്നു. ഇതിന് ജപ്പാന്റെ ഒരു എക്കണോമിക് ക്രൈസിസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. മഞ്ചൂരിയയില് അവരുടെ ചൈനയിലെ മഞ്ചൂരിയ ഭാഗത്ത് 1932 അത് അവര് ചൈനയെ പിടിച്ചെടുക്കാൻ തുടങ്ങി. ഇറ്റലിയും അബിസീനിയ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നു. പിന്നെ വരുന്നത് നമുക്ക് റോം, ബെർലിൻ, ടോക്കിയോ ആക്സിസ് ആണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആന്റി കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിട്ട് ആന്റി കൊമിൻതാങ് പാക്ട് എന്ന് പറയും. 1936-37 സൈൻ ചെയ്യുന്നു. അതിനുശേഷം ഇത് മുഴുവനും ഇമ്പീരിയലിസ്റ്റ് എക്സ്പാൻഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ഡിസ്കറേജ് ചെയ്യുന്നത് ഏത് വിധവും ഡിസ്പ്യൂട്ടിനെ സെറ്റിൽമെന്റ്, പീസ്ഫുൾ സെറ്റിൽമെന്റിന് എഗെയിൻസ്റ്റ് ആണ് ഈ പാക്റ്റിൽ കൂടെ പറയുന്നത്. അവർക്ക് യുദ്ധത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ഇങ്ങനെ വിക്ടിമൈസ് ആയി വന്ന ചൈന, ഓസ്ട്രിയ, ചെക്കോസ്ലോവിയ, അൽബേനിയ ആൻഡ് പോളണ്ട്, ഇവർക്കൊക്കെ പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ കാര്യങ്ങൾ. ഇനി നാഷണൽ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ വന്ന ചെറിയ ലാർജ് ആയ മൈനോറിറ്റീസ് ഉണ്ട്. പോളണ്ടിലും ചെക്കോസ്ലോവേക്കിയയിലും നോൺ ജർമ്മൻസും, റഷ്യയിലെ മൈനോറിറ്റി ഉണ്ട്, പോളണ്ടില്, റൊമേനിയയില്. ഇവർക്കൊക്കെ ഈ മൈനോറിറ്റീസിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മനസ്സിൻ്റെ അകത്ത്. അത് മാത്രമല്ല, ഹിറ്റ്ലർ നാഷണൽ മൈനോറിറ്റീസിനെയും അവർക്ക് ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഓസ്ട്രിയനെയും ഓസ്ട്രിയ അനക്സ് ചെയ്തു, ഡിസംബാർക്ക്മെന്റ് ചെക്കോസ്ലോവേക്ക് ചെയ്തു, പോളണ്ടിനെ ഇൻവേഡ് ചെയ്തു. അതേമാതിരി ജർമ്മനീനെ ഒരു പൊളിറ്റിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇനി ഫെയിലിയർ ഓഫ് നാഷണൽ
നേഷൻസ് ഞാൻ പറഞ്ഞു, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് തീർന്നു പോവുകയും അല്ലെങ്കിൽ അവർക്ക് പരിണാമം അതിന്റെ അവസാനം ഇവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നുള്ളതാണ്. സർവീസ് ലീഗ് ഓഫ് നേഷന്റെ സർവീസ് ടോട്ടലി ഡൗൺ ആയിപ്പോയി. ജർമ്മനി അറ്റാക്ക് ചെയ്തു പോളണ്ടിനെ 1 സെപ്റ്റംബറിൽ 1939. അതിനുശേഷം ആ വാർ അങ്ങനെ അഗ്രസീവായിട്ട് വരികയും ഈസ്റ്റേൺ യൂറോപ്യൻ സ്പിയേഴ്സിൽ സ്പ്രെഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഹിറ്റ്ലർ ജർമ്മൻ മൈനോറിറ്റീസ് പോളണ്ടില്, അതേമാതിരി ബ്രിട്ടൻ, ഫ്രാൻസ് അഷ്വേർഡ് പോളൻസിന് കൊടുത്തു അസിസ്റ്റൻസ് കൊടുക്കാമെങ്കിൽ കൂടെയും അതിൽ ജർമ്മനി അവരെ അറ്റാക്ക് ചെയ്തു, ജർമ്മനിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ സെക്കൻഡ് വേൾഡ് വാർ തുറന്നു വരികയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വേൾഡ് വാറിന്റെ തുടക്കത്തിന് ശേഷം USA ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ USA ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആദ്യം USA ഒപ്പോസ് ചെയ്തുകൊണ്ടിരുന്നു, ന്യൂട്രാലിറ്റിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് 1937 വരെ. പക്ഷെ കൂടുതലായിട്ട് വാർ ബ്രോക്ക് ഔട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവര് ന്യൂട്രാലിറ്റി മാറ്റിയിട്ട് അവര് ക്യാഷ് ആൻഡ് ക്യാരി ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് പാസ്സാക്കി 1939. അതിൽ കൂടെ യുദ്ധ വെപ്പൺസ് കൊടുക്കുക, വിൽക്കുക, കാശ് മേടിക്കുക. അങ്ങനെ USA സപ്ലൈ ചെയ്യാൻ തുടങ്ങി ആർമമെന്റ്സ്, അതായത് പടക്കോപ്പുകൾ ബ്രിട്ടനും ചൈനയ്ക്കൊക്കെ. ആ കാലഘട്ടത്തിൽ USA പതുക്കെ ഈ വാറിലേക്ക് എൻട്രി ആവാണ്. അമേരിക്കയും ജപ്പാനും ടെൻസ് റിലേഷൻ, ഭയങ്കര മോശമായ റിലേഷൻഷിപ്പ് വരെയും 1941 ഫ്രാൻസിനെ എഗ്രി ചെയ്തു ജപ്പാന്റെ റൈറ്റ് നേവൽ സെറ്റപ്പ് ആക്കി കൊണ്ടുവരാനും. അമേരിക്ക എല്ലാവിധമായ ജാപ്പനീസ് അസറ്റ്സിനെ ഫ്രോസൺ ചെയ്തു. റൂസ്വെൽറ്റിന്റെ കാലഘട്ടത്തിൽ റിക്വസ്റ്റ് ചെയ്തു ജാപ്പനീസ് എംപറർ മെയിൻറ്റെയിൻ സമാധാനം എന്ന്. പക്ഷെ ഡിസംബർ 7 ജപ്പാൻ എന്താ ചെയ്തത്? അമേരിക്കൻ നേവൽ ഫ്ലീറ്റിന് പേൾ ഹാർബറിലുള്ള അതിലേക്ക് കൊണ്ടുപോയി ബോംബിടുകയാണ്. അപ്പോൾ ഡിസംബർ 11 USA ജർമ്മനിനെയും ഇറ്റലിനെയും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വാറിനെ ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയും സെപ്റ്റംബർ 3 1943 ഇറ്റലി സറണ്ടർ ചെയ്യാണ് അൺകണ്ടീഷണലി. പിന്നെ ജർമ്മൻസ് ആണ് റോമിൽ എൻ്റർ ചെയ്യും, വാർ നടത്തുകയും ചെയ്യുന്നു. ഈ അലൈസ് വന്ന ശേഷം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് മാർച്ച് 7 1945 ജർമ്മൻ ഗവൺമെന്റ് സറണ്ടേർഡ്, അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാം സറണ്ടർ ചെയ്തു. പിന്നെ വാർ എൻഡ് ചെയ്യുന്നത് 8 1945 വാർ എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് വേൾഡ് വാർ എൻഡിങ് വിത്ത് അമേരിക്കന്റെ ബൊംബാർഡ്മെന്റ് ജപ്പാനെയും 6 1945 അമേരിക്ക നിവൃത്തിയില്ലാണ്ട് ആറ്റോമിക് ബോംബ് സിറ്റി ഓഫ് ഹിരോഷിമയില് 9 1945 2 സ്ഥലത്താണ്, ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് ഇടുകയാണ്, ആറ്റം ബോംബ് ഇടുന്നു. 10 ജപ്പാൻ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുന്നു. ഈവൻ എന്താ പറയാ, അവർക്ക് നിവൃത്തിയില്ലാത്തൊരു ലെവലായി പോയി. യുദ്ധം രണ്ടാം മഹാലോക യുദ്ധം സെപ്റ്റംബർ 2 1945 അവസാനിക്കുന്നു. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അടുത്തതായിട്ട് വരുന്നത് നമ്മള് പലവിധമായിട്ടുള്ള അപ്രോച്ചസിനെ പറ്റി 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നത് ഓരോ രാജ്യങ്ങളിലും വരുന്ന ഓരോ മെക്കാനിസത്തിനെ പറ്റിയും റിയലൈസേഷനെ പറ്റിയും, റിയലിസം എന്ന് വേണമെങ്കിൽ പറയാം. ആ എന്ത് അസംഷൻസും ഇംപ്ലിക്കേഷൻസ് അവരെടുക്കുന്നു. ക്ലാസിക്കൽ റിയലിസം, നിയോ റിയലിസം, ക്രിറ്റിസിസം ഓഫ് റിയലിസം, ഇങ്ങനെ പല വിധത്തിലുള്ള റിയലിസത്തിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ റിയലിസത്തിൽ എന്താന്ന് വെച്ചാൽ അസ്യൂം ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഓരോ തിയറട്ടിക്കൽ അപ്രോച്ചസ് ഉണ്ട്. ഈ അപ്രോച്ചിൽ കൂടെ ഏത് രാജ്യത്തിന് ഏത് റിയലിസം എന്നുള്ളതാണ്. അതിൽ റിയലിസം ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഒരു കോൺഫ്ലിക്റ്റ്, പല സോവറിൻ ആയിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള കോൺഫ്ലിക്റ്റും അതിനെപ്പറ്റി പരാമർശിച്ചു പോകുന്നു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ. പിന്നെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ എല്ലാ കൺട്രികളും സോവറിൻ ആയിരിക്കണം, യൂണിറ്ററി ആയിരിക്കണം, റാഷണൽ ആക്ടേഴ്സ് ആയിരിക്കണം. അത് മാത്രമല്ല ഫിക്സ് ചെയ്ത പബ്ലിക് ഗോൾസ് വേണം. ബാക്കിയുള്ളവരെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വേണം. 3ാമതായിട്ട് പറയുകയാണെങ്കിൽ ഇന്ററാക്ഷൻ, ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ വേണം. അതിൻ്റെ കൂടെ സ്റ്റേറ്റ്സ് തമ്മിൽ പ്രൊമോട്ട് ചെയ്യണം. ആ പ്രൊമോഷനിൽ കൂടെ ഗ്യാരണ്ടി ചെയ്യണം ഓരോ ഇൻട്രസ്റ്റ്.
പിന്നെ നമ്മൾ ഇന്നലെ പഠിച്ചു എക്സ്പാൻഷൻ ഓഫ് പവർ. അതേമാതിരി തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്ന പവർ, അല്ലെങ്കിൽ അവര് ഓരോ രാജ്യം ഉണ്ടാക്കുന്ന അവരുടെ ശക്തി ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യുന്നതിലായിരിക്കരുത് എന്നുള്ളതും പറയുന്നുണ്ട്. ഇനി ഈ റിലേഷൻഷിപ്പില് നമ്മളുടെ അനാർക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല, വേൾഡ് ഗവൺമെന്റ് ഇല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ടും ഇൻസെക്യൂരിറ്റി മനസ്സിലുണ്ടാവും. അക്യുമുലേറ്റ് ചെയ്യാനും പവർ ക്രേസി അല്ലെങ്കിൽ ശക്തിനെ കൂടുതലാക്കാനാണ് എല്ലാ പൊളിറ്റിക്കൽ ആൾക്കാരും ശ്രമിക്കുക. ഈ ട്രീന് അല്ലെങ്കിൽ ഫ്രീ ചെയ്തെടുക്കാനുള്ള ഒരു പോളിസികൾ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും അവരുടേതായ സ്വന്തം കേപ്പബിലിറ്റി ഏത് വിധത്തിൽ, മിലിറ്ററി വിധത്തിൽ, ടെക്നോളജി വിധത്തിൽ, ഇക്കണോമിക് വിധത്തിൽ, പൊളിറ്റിക്കൽ വിധത്തിൽ കണ്ടിന്യൂ ചെയ്തു എക്സ്പാൻഡ് ചെയ്തായിട്ട് വരികയാണ്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള കാരണം നമുക്ക് പറയുന്നത് മെറ്റീരിയൽ റിസോഴ്സസ് ആണ്. മെറ്റീരിയൽ റിസോഴ്സസ് ഫണ്ടമെന്റൽ ആവുമ്പോഴും വേൾഡ് പൊളിറ്റിക്സിലേക്ക് എത്തുമ്പോഴും ഇവിടെ റിയലിസം എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്സിനെയും അവർക്ക് കൺട്രോൾ, മെറ്റീരിയൽ റിസോഴ്സസിൽ കൺട്രോൾ വേണം. ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് അവര് എമംഗ് കോൺസ്റ്റിറ്റ്യുവന്റ് ആയിട്ടുള്ള അവരുടെ യൂണിറ്റ്സിൽ കൺട്രോൾ വേണം. പിന്നെ റിസോഴ്സസ് കൂടുതലായിട്ട് അബൻഡൻസ് ആയിട്ട് ഇല്ല. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ റിസോഴ്സസ് ഒന്നും ഓരോ സ്റ്റേറ്റിന്റെ കൗണ്ടർ പാർട്സിന്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പല വിധത്തിലുള്ള ഡിഫറൻസ് ഓഫ് സ്കോളേഴ്സിന് ഓരോരുത്തരും ഓരോ വിധമായ അസംഷൻസ് കൊണ്ടുവരാനും അവർ അതേ വിധത്തിൽ പറയാനും തുടങ്ങി. ആദ്യമായിട്ട് 3 പ്രിൻസിപ്പൽ അസംഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യത്തേതാണെങ്കിൽ എല്ലാ സോവറിൻ സ്റ്റേറ്റ്സും ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ പോണം എന്ന് പറയുന്നു. തോമസ് ഹോബ്സ് പറയുന്നുണ്ട്. തോമസ് ഹോബ്സ് പറയുന്നത് എല്ലാ മനുഷ്യന്മാരും സെൽഫിഷാണ്, അതേമാതിരി എല്ലാ രാജ്യങ്ങളും സെൽഫിഷാണ്, അവരുടെ രാഷണൽ തിങ്കിങ്, അവരുടെ കാര്യങ്ങളാണ് അവർക്ക് മോർ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഡെവലപ്മെന്റ് ആണ് ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതും അത് വാറിലേക്ക് പരാമർശിക്കുന്നു അല്ലെങ്കിൽ പോകുന്നു. പിന്നെ സൂപ്പർ നാഷണൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ല, ഓർഡർ സിസ്റ്റം ഇല്ല. അങ്ങനെ റാഷണൽ ആയിട്ട് വരുമ്പോൾ സ്വയം സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ളവരും ഡിസ്ട്രസ്ഫുൾ ഒരു ആക്ടേഴ്സ് ആണ് അവിടെ വരുന്നത്. ആ സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്. ഇതേമാതിരി മൂന്നാമത്തെ കാര്യമാണെങ്കിലോ ഓരോ സ്റ്റേറ്റും അവരുടെ സെക്യൂരിറ്റിയാണ്, അവരുടെ സ്വന്തം സെക്യൂരിറ്റിയാണ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ അവർ എല്ലാവിധമായ അക്യുമുലേഷനും വിശ്വാസമില്ലായ്മ വരും, അറ്റ്മോസ്ഫിയറിൽ വിശ്വാസമില്ലായ്മയും വരുന്നുണ്ട്. ഇനി റിയലിസത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞിട്ട് ക്ലാസിക്കൽ റിയലിസം എന്താന്ന് നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ റിയലിസത്തിൽ നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ്. അതിന്റെ റൈറ്റ് എന്ന് വെച്ചാൽ ഈ കൗടല്യ, നമ്മളുടെ ഇന്ത്യൻ ചാണക്യന്റെ കൗടല്യ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട് സർവൈവൽ ആൻഡ് എക്സ്പാൻഷൻ, വളരെ വീതിയായിട്ട് സ്ഥലങ്ങൾ ഉണ്ടാക്കുക, ബാലൻസ് ഓഫ് പവർ സിസ്റ്റം കൊണ്ടുവരണം. ആ ഇറ്റാലിയൻ ഫിലോസഫറായ നിക്കോളോ മക്കാവലിയും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആയിരിക്കണം ലീഡർ, എഫിഷ്യന്റ് ആയിരിക്കണം ലീഡർ, അതേമാതിരി തന്നെ പ്രൈമറി ലെവലിലുള്ള സ്റ്റേറ്റ് നേച്ചറിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു വരികയാണെങ്കിൽ ഒരു റൂളറിന് പവർ ഇല്ലെങ്കിൽ, ആബ്സെൻസ് ഓഫ് സ്റ്റേറ്റ് റൂളർ വരികയാണെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ആ സ്റ്റേറ്റില് കൺഫ്യൂഷൻ വരും, സോളിഡാരിറ്റി വരും, നാശനഷ്ടങ്ങൾ വരും, പുവറായി പോവും, നാസ്റ്റി ആയി പോവും, എല്ലാ വിധത്തിലും ഒരു അനാർക്കിക്കൽ ഇന്റർനാഷണൽ സിസ്റ്റം അവിടെ വന്നു പോകുമെന്ന് പറയുന്നുണ്ട്. ഇനി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഈ കോർ എലിമെന്റ്സ് ഫണ്ടമെന്റൽ ടു റിയലിസത്തിൽ എന്താ വരുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാ, സബ്ജക്റ്റിനാണ്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ 2 വേൾഡ് വാർ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ വേൾഡ് വാറിന്റെ പവർഫുൾ കൺട്രീസ് രണ്ടുപേരും എക്സ്പെഷ്യലി സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഐഡന്റിഫൈ തുടങ്ങി, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നു. ഇനി നമ്മൾ ഇതിൽ കൂടെ നമ്മൾ റിയലിസത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ എന്തായിരുന്നു, വളരെ ഇമ്പീരിയൽ ആയിട്ടുള്ള യൂറോപ്യൻ പവേഴ്സ് പോയി, എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ സെൻട്രൽ പവേഴ്സ് പോയി. പിന്നെ അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റായ വിഡ്രോ വിൽസൺ 14 പോയിന്റ് പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട്. ആ ഓർഗനൈസേഷൻ
ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലീഗ് ഓഫ് നേഷൻസ് ഫോർമേഷൻ വരുന്നു 1919. അതിൽ കൂടെ ഈ പ്രപ്പോസൽ കോഡിഫിക്കേഷനിൽ കൂടെ ഒരേ കോഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്, എങ്ങനെയായിരിക്കണം ഓരോ കൺട്രികൾ പോകേണ്ടതെന്നൊക്കെ. അതിൽ വിൽസൺ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് 2 എണ്ണമാണ്. അതായത് ഏറ്റവും കൂടുതലായിട്ടുള്ള ലിബറലിസം, അതായത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് സെക്യൂരിറ്റി വേണം, അതാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നു റൈറ്റ്, എന്താ വിധത്തിൽ എല്ലാ ഡിറ്റർമിനേഷൻ മൈനോറിറ്റി ഗ്രൂപ്പിന് എല്ലാം അവർക്ക് അറിയണം എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഈ റീസൺ വിയന്ന കോൺഫറൻസിലും 1815 വിയന്ന കോൺഫറൻസ് നടക്കുന്നു. അതിനുശേഷമാണ് നമ്മളുടെ 1914 ഫസ്റ്റ് വേൾഡ് വാർ വരുന്നത്. അപ്പൊ ഇങ്ങനെ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വഴി എല്ലാം ഹ്യൂമിലിയേഷൻസ് അനുഭവിച്ചു. ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാക്കി, യൂറോപ്യൻ ആംസ് റേസിനെ നിർത്തണം എന്ന് പറഞ്ഞു, ഡിസാമമെന്റ് വേണമെന്ന് പറഞ്ഞു, കളക്റ്റീവ് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞു, ഇന്റർനാഷണൽ പോലീസ് ഫോഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലീഗ് ഓഫ് നേഷൻസ് നന്നായിരുന്നെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ വന്നിരിക്കില്ല. അപ്പൊ 20ാമത്തെ നൂറ്റാണ്ടിൽ ക്ലിയർ ആയിട്ടുള്ള ടെനൻസ് ആണ് ക്ലാസിക്കൽ റിയലിസം എന്ന് പറയും. ഇതില് പൊളിറ്റിക്കലി ഓരോ പവറും അതിൻ്റെതായ റീസണിൽ കൂടെ പോണം. ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൽഫ് ഇൻട്രസ്റ്റ് വരുന്നു. അതിനാണ് ക്ലാസിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അവനവന്റെ പവർ പൊളിറ്റിക്സിനെ ഊന്നു കൊടുക്കുക. പിന്നെ വരുന്നത് ഓരോ സ്റ്റേറ്റിന്റെ ഈഗോ ആണ്, ഈഗോയിസം. ആ കോൺഫ്ലിക്റ്റ്, മാൻ സെൽഫിഷ് ആണെങ്കിൽ അതേമാതിരി അവരുടെ രാജ്യങ്ങളും ട്രൂ എന്നുള്ള ലെവലിലാണ് വരുന്നത്. അപ്പൊ ഈ കോർ ആയിട്ടുള്ള റിയലിസ്റ്റിക് തിയറീനെ ഈഗോയിസം അതിന്റെ കൂടെ അനാർക്കി കൂടെ ഉണ്ടെങ്കിൽ അത് പവർ പൊളിറ്റിക്സ് ആയി. അങ്ങനെയാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന റിയലിസത്തില് ഒരു വേൾഡിന്റെ ഗവൺമെന്റ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. ഇന്റർനാഷണൽ പൊളിറ്റിക്സിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല, സ്റ്റേറ്റ് ഓഫ് നേച്ചർ വെച്ചിരുന്നില്ല. അതേമാതിരി സെക്കൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ മെക്കാവലിയും ഹോബ്സും പറഞ്ഞ മാതിരി നേച്ചർ ഓഫ് ഇൻഡിവിജ്വലും അതേമാതിരി റാഷണൽ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഇൻട്രസ്റ്റും അവിടെ യൂണിറ്റ്സ് ആയിട്ട് വരുന്നില്ല. ഇനി മൂന്നാമതായിട്ട് പറയുമ്പോൾ അവിടെ സ്റ്റേറ്റ്സ് ഒന്നും ഒരേ മാതിരി ഇൻഹെറിറ്റന്റ് ആയിട്ടില്ല. സെൽഫിഷ് ആണ്, ഗ്രീഡി ആണ്, പവർ സീക്കിംഗ് ആണ്. അത് അവരുടെ ബിഹേവിയറിൽ കൂടെ കാണുന്നുണ്ട്. നാലാമതായിട്ട് നമ്മൾക്ക് ഈ ഹ്യൂമൻ ഈഗോയിസം അൺഎൻഡിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പിലും ഇത് പരാമർശിച്ചു പോകുന്നു. സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു താരതമ്യം അതിന്റെ ലീഡേഴ്സ് പ്രയോറിറ്റി അവരുടെ ലീഡേഴ്സിലും കാണും. ഇനി നമ്മൾ റാഷണൽ ആയിട്ട് നോക്കാൽ ഓരോ സ്റ്റേറ്റിന്റെ ക്രാഫ്റ്റ് എത്രത്തോളം അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിലേക്ക് പോകുന്നു എന്നുകൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ ഓരോ സ്റ്റേറ്റും അവരുടെ പവർ എൻഡ്ലെസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ സർവിങ് നാഷണൽ ഇൻട്രസ്റ്റ് അതിനെ പിന്നെ പൊളിറ്റിക്കൽ മൊറാലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ മൊറാലിറ്റി ക്രിട്ടിക്സ് ആയ ആൾക്കാർ റിയലിസത്തിനെ പറ്റിയും പറയുന്നത് ഫോറിൻ പോളിസി, അതായത് ഡിസിഷൻ മേക്കിംഗ് എന്തുവായിരിക്കണം, ആ പ്രൊട്ടക്ടിങ് ലൈഫ് ലിബർട്ടി, ഇതൊക്കെ സിറ്റിസൺസിന് വേണം. റിയലിസം പറയുന്നത് മുഴുവൻ മോറൽ സൈഡിൽ കൂടിയാണ്, മോറൽ ആയിട്ടുള്ള ഹെൽപ്പുകൾ. ഇനി പവർ പൊളിറ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ എൻഡ്ലെസ് ആണ് കോൺഫ്ലിക്റ്റും വാറും, നിൽക്കുന്നില്ല, വാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസിക്കലായിട്ട് റിയലിസത്തിൽ കൂടെ പറയുമ്പോൾ ഓരോ വൈറ്റൽ നാഷണൽ സ്റ്റേക്സും ഡിസിഷൻ, വേജിങ് വാർ വേണോ, എത്ര കോസ്റ്റ് അനാലിസിസ് നോക്കുന്നുണ്ട്, നാഷണൽ സ്ട്രാറ്റജി നോക്കുന്നുണ്ട്. അങ്ങനെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ വിയറ്റ്നാം വാർ 1970 വന്നു. US ആയ റിയലിസ്റ്റ് വളരെ ഒബ്ജക്റ്റ് ചെയ്തു. അതിന്റെ ക്രിട്ടിക്കായ വാർ ഓൺ ടെറർ അടുത്ത ഭാഗത്ത് 34 US റിയലിസ്റ്റ് സ്കോളേഴ്സ് ആണ് ഇതിന് കോ സൈൻ ചെയ്തിട്ട് ഒരു മെസ്സേജ് ന്യൂയോർക്ക് ടൈംസില് ഒപ്പോസിങ് വാർ ഇൻ ഇറാഖ് 2002 വന്നായിരുന്ന വാറിനെ പറ്റി എതിർത്ത് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിയോ റിയലിസത്തിനെ പറ്റിയാണ്. നിയോ റിയലിസത്തിൽ കൂടെ സ്ട്രക്ചറൽ റിയലിസം എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ മേജർ ഡിഫക്റ്റ് ക്ലാസിക്കൽ റിയലിസത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബിഹേവിയർ അറ്റ് അബവ് ലെവൽ ആണെങ്കിൽ, ക്ലാസിക്കൽ റിയലിസം എക്സ്പ്ലെയിൻ ചെയ്ത പൊളിറ്റിക്സ് ആണെങ്കിൽ, ഈ വാൾസ് പറയുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, ക്ലാസിക്കൽ റിയലിസം
ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി അകത്തു നിന്ന് പറയുകയാണെങ്കിൽ നിയോ റിയലിസം അതിനെ പുറത്ത് കൊണ്ടുവച്ചിട്ടാണ് അവരുടെ ഔട്ട്സൈഡ് ആണ് അവർ പറയുന്നത്. അപ്പോ ഈ ഷിഫ്റ്റിംഗ് ഇന്റർനാഷണൽ സിസ്റ്റത്തിലേക്കും റിയലിസത്തിലേക്കും എംഫസൈസ് ചെയ്യുന്നത് ഓരോ രാജ്യത്തിലുള്ള അനാർക്കിനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ആർഗ്യൂ ചെയ്യുന്നു പോകുന്നത് ഓരോ സിസ്റ്റംസ് അവരുടേതായ സ്ട്രക്ചറും ഇന്ററാക്ടിങ് യൂണിറ്റ്സും ക്ലിയർ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മൾ രണ്ട് എലിമെന്റ്സിനെ പറ്റി വാൾസ് പറയുന്നുണ്ട് ആർഗ്യുമെന്റില്. ഒരു സ്ട്രക്ചർ ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അതേമാതിരി ഓവർ ആർച്ചിങ് വരാൻ പാടില്ല. ഓർഡറിങ് പ്രിൻസിപ്പിൾ അനാർക്കി വരാൻ പാടില്ല. സെൽഫ് ഹെൽപ്പ്, അതിന്റെ അർത്ഥം യൂണിറ്റ്സ് സ്വയമേ ഫങ്ഷണലി അലൈക്ക് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ എടുത്ത് പരാമർശിക്കുന്നുണ്ട്. ഇതേമാതിരി തന്നെ മെയിൻ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ പറയുമ്പോൾ ബൈപോളാറും മൾട്ടി പോളാർ സിസ്റ്റത്തിനെ പറ്റിയും എടുത്തു പറയുന്നു. ഇനി ഇതിൽ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത് മനസ്സിലാക്കിയില്ല, സെക്യൂരിറ്റി ഡയലമ ഉണ്ട്. ഓരോ പ്രശ്നത്തിനും സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടുള്ള ഡയലമ വരുന്നതിനാണ് നമ്മൾ സെക്യൂരിറ്റി ഡയലമ പറയുന്നത്. ഇൻഡിവിജ്വൽ ആയാലും സ്റ്റേറ്റ് ലെവലിലായാലും അപ്പൊ ഇന്റർനാഷണൽ സിസ്റ്റത്തിലായാലും. അപ്പൊ ഇവിടെ റിയലിസത്തിൽ കൂടെ പറഞ്ഞു വരുന്നത് നാരോ മൈൻഡഡ് ആയ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീയിങ് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ കൂടെയും അവരെ ഈ വിക്ടിംസ് ആയിട്ട് വരുന്നത് മുഴുവനും സെക്യൂരിറ്റി ഡയലമ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി സ്ട്രോങ് ആവുന്നില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പിന്നെ സാധാരണമായി തന്നെ മ്യൂച്വൽ സസ്പീഷൻ ഉണ്ട്. ലോകത്തിൽ പലർക്കും വിശ്വാസക്കുറവുണ്ട്. ഒരാളുടെ അറ്റംപ്റ്റ് വേറെ ആൾക്ക് സെക്യൂരിറ്റി കിട്ടുമോ എന്നുള്ള ആ റിസൾട്ട്, ആ സംശയം കാരണം ആംസ് റേസിൽ കൂടുതലാവുന്നു. ഓരോ കൺട്രിയും അവരുടേതായ മിലിറ്ററി കൂട്ടി കൊണ്ടുവരണം. അപ്പൊ കൂടുമ്പോഴും അവിടെ സെക്യൂരിറ്റി വരുന്നത് നമ്മള് ഇറാഖ് വാർ ടൈമിലൊക്കെ ഇത് കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വാറിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ഓഫ് പവർ പോകും, അലയൻസ് സിസ്റ്റം പോകും, ആംസ് റേസ് കൂടുതലാവും. അത് വേണ്ടാന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ്. ബാലൻസ് ഓഫ് പവർ, പോളാരിറ്റി, അതിൽ കൂടെ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഈ സ്റ്റെബിലിറ്റി ഒരു ബാലൻസ് ഓഫ് പവർ എന്നുള്ളത് നമ്മൾ നേരത്തെ ഇന്നലെ പഠിച്ചു കഴിഞ്ഞാണ്. അതിൽ കൂടെ ഈ സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് വരുമ്പോഴും ഇത് എംഫസൈസ് ചെയ്യുന്നത് പൊളാരിറ്റിയാണ്. പൊളാരിറ്റിയിൽ കൂടെ ഒരു സ്റ്റെബിലിറ്റി ലാക്ക് ആവുകയാണ്. അവിടെ യൂണി ബൈ മൾട്ടി വേരിയേഷൻ പെർമിച്വേഷൻസ് വരികയും കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് വളരെ അസോസിയേറ്റ് ആവുന്ന ഒരു ലൈക്ലിഹുഡ് യുദ്ധം ഉണ്ടാവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അതിൽ കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഡിഫെൻസീവ് റിയലിസത്തിൽ കൂടെ പോവുകയാണെങ്കിൽ ഡിഫൻസ് നോക്കുമ്പോൾ ഓരോ സ്റ്റേറ്റും അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരുടെ സെക്യൂരിറ്റിനെ പറ്റി തന്നെയായിരിക്കും. അപ്പൊ ആ സെക്യൂരിറ്റി രണ്ട് കാരണങ്ങൾ, സ്റ്റെബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് എക്സിസ്റ്റൻസ് പവേഴ്സ്, രണ്ട് ഗ്രേറ്റ് പവേഴ്സ് ചെയ്യുന്നുണ്ട്. ബൈപോളാർ, ആ ബൈപോളാർ എന്ന് പറഞ്ഞത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന രണ്ട് ബൈപോളാർ ഏജൻസികളാണ്. ഇതിൽ എക്കണോമിക്കും പവർ റിലേഷൻസിനെയും എക്സ്റ്റേണൽ അലയൻസസും അതേമാതിരി തന്നെ മൾട്ടിപോളാർ സിസ്റ്റത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മൾട്ടിപോളാർ സിസ്റ്റത്തിൽ കൂടെ നോക്കുമ്പോൾ പെർഹാപ്സ് എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റെബിലിറ്റി വരും, ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, ഡീസെൻട്രലൈസേഷൻ വരുന്നു. ഇതൊക്കെ ഓരോ പവറിനെയും ഇന്റർനാഷണൽ പൊളിറ്റിക്കല് അത് വരുമ്പോൾ അത് ഇന്റർ ഡിപ്പെൻഡൻസ് ആയിട്ട് വരികയും ആ ഇന്റർ ഡിപ്പെൻഡൻസ് ഓരോ സ്റ്റേറ്റിനെയും സംശയത്തോടെ വേണം കാണാൻ താല്പര്യപ്പെടുക. അപ്പൊ ഇതില് നമ്മൾക്ക് മനസ്സിലാക്കുക, ഇനി നമ്മൾ റിയലിസത്തിനെ പറ്റി ക്രിട്ടിക്കൽ എന്തായിട്ടാണ് പറയുന്നത്. ക്രിട്ടിക്സ് പറയുന്നത് മുഴുവനും ഈ റിയലിസം അല്ലെങ്കിൽ ഈ സ്ട്രെച്ചിന് വരുമ്പോൾ നിർബന്ധമായിട്ടും അവര് വാറ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളായിട്ട് വന്നെത്തിപ്പെടുകയാണ്. ഇതിൽ കൂടെ അപ്രോച്ച് ഡിനൈ ചെയ്യുന്നത് മുഴുവനും കോപ്പറേഷൻ വേണ്ട, മ്യൂച്വൽ ഹെൽപ്പ് വേണ്ട എന്നുള്ള ഒരു അപ്രീസിയേഷൻ വേണ്ട, അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന്റെ കൂടെ നമ്മൾ കൂട്ടുകൂടരുത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ട്രാൻസിഷണൽ ഇൻസ്ട്രുമെന്റിൽ കൂടെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ അപ്രോച്ചിന്റെയും കോപ്പറേഷൻ, മ്യൂച്വൽ ഹെൽപ്പ് നിൽക്കുക. ഈ
ന്യൂ പെർസ്പെക്റ്റീവ്സിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഏത് രാജ്യമാണോ അഗ്രസീവ് ആൻഡ് കോപ്പറേറ്റീവ് അവരുടെ കൂടെ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ മാറ്റണം, അല്ലെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് അതിന്റെ റിലേഷൻഷിപ്പിനെ മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഇനി ഈ റിയലിസത്തിന്റെ അസംഷനിൽ ഒരു നെഗോഷിയേറ്റ് ചെയ്യാണ് പോസിബിലിറ്റി. ഒരു രാജ്യം ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് കോഓപ്പറേഷൻ ചെയ്യാനും അതേമാതിരി തന്നെ ഈ ഇന്റർനാഷണൽ ആയിട്ട് എടുത്തിട്ടുള്ള ഡിസിഷൻസിനെ എൻഫോഴ്സ് ചെയ്യുക, അതായത് നടപ്പിലാക്കുക. അങ്ങനെ വരുമ്പോഴാണ് വേൾഡ് വിഷൻ നമ്മൾ പറയുക, അതിന് യുത്തോപ്പിയാസ് എന്ന് പറയും. അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ എക്സിസ്റ്റൻസ് തന്നെ രണ്ടാം മഹാലോകത്തിനു ശേഷം 1945 ഉണ്ടാക്കി. അതിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു? അടുത്ത ഒരു വേൾഡ് വാർ വരാൻ പാടില്ല, ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻസും ആ ലെവലിലേക്ക് റിയലിസത്തിലേക്ക് കൊണ്ടുപോയി ഇമാജിൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ് ഒരു വേൾഡ് ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും റെപ്രസെന്റേഷൻ എന്ന ലെവലിൽ ഗ്ലോബൽ ആസ്പിറേഷൻസ്, അതായത് സമാധാനവും കോഓപ്പറേഷനും നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നു. അതിൽ കൂടെയാണ് അവര് കളക്റ്റീവായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റവും എൻട്രസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ യുഎന്നിന്റെ സെക്യൂരിറ്റി കൗൺസിൽ കൂടിയാണ്. അപ്പൊ യുഎന്നിന്റെ സെക്യൂരിറ്റി കൗൺസിൽ കൂടെ ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല, യൂസ് ഓഫ് ഫോഴ്സ് ചാപ്റ്റർ 7 പറഞ്ഞിട്ടുണ്ട്. അത് പാടില്ല. മെമ്പർ സ്റ്റേറ്റ്സിന് അതാണ് അത് എടുത്തു പറയുന്നത്. ഇനി റിയലിസത്തിനെ പറ്റി ക്രിട്ടിക്കലായിട്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ അത് പറയാറുണ്ട്. അതായത് ഈ വാറിന് ശേഷം പോസ്റ്റ് കോൾഡ് വാർ പീരീഡിൽ, അതായത് ആരംഭത്തിൽ ശേഷം ഈ വേൾഡ് വാറിന് ശേഷം ഹെവിലി ചേഞ്ചായി. അതായത് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി, ഡാമേജസ് വരികയും റിയലിസത്തിനെ പറ്റിയുള്ള റീഫോർമുലേഷൻ ചെയ്യും. തിയററ്റിക്കലി പവർ പൊളിറ്റിക്സും ചേഞ്ചിങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ ഒരാളും ഐഡിയലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലിബറൽ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടോ അതിനെ ഇന്റർനാഷണൽ റൂൾസിലേക്ക് കൊണ്ടുവരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ അപ്രോച്ച് കൊണ്ടുവരികയും ചെയ്യണം. അവിടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യ തരത്തിലുള്ള ഒരു സമാധാനം കെട്ടിപ്പടുത്താനും ഈ റീഫോർമുലേറ്റ് ചെയ്ത റിയലിസത്തിൽ കൂടെ ഫർദർ ആയിട്ടുള്ള ക്രിറ്റിസിസം അവർ കേൾക്കേണ്ടി വരുന്നു. ജെഫ്രി ലെഗോ, ആൻഡി മൊർസാവിക് ഇവര് റിയലിസ്റ്റിക് പാരാഡിഗ്മിനെ ഡീജനറേറ്റ് ചെയ്യുകയും കൺസെപ്ഷണൽ ഫണ്ട്സിൽ കൂടിയും അതേ റീ ഓർഗനൈസേഷൻ യൂട്ടിലിറ്റി കൊണ്ടുവരണം എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. ഇനി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ റിയലിസത്തിന്റെ ഒരു കോൾഡ് വാറിന് ശേഷം നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. ആ വാറിൽ ഇന്ത്യ വളരെ കെയർഫുൾ ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു. ആ സ്റ്റെപ്പ് എന്താ വെച്ചാൽ ന്യൂട്രൽ ആയിട്ട് ഇരിക്കുക, നോൺ അലൈൻമെന്റ്. ഞാൻ ഇന്നലെ പറഞ്ഞു കോൾഡ് വാർ ടൈമിൽ അതിനെ എക്സ്പാൻഷൻ, ജനാധിപത്യത്തിനെ കൂടുതലാക്കുകയും അതിന്റെ ഇമ്പോർട്ടൻസ് ഗ്ലോബലായിട്ട് വേൾഡ് ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും കൊണ്ടുവന്നത് ഇന്ത്യയുടെ എഫക്റ്റ് ആണ്. ഇന്ത്യയാണ് ആദ്യമായിട്ട് ഇതിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എടുത്ത് ആ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് കൊണ്ടുവച്ചു. അതിനുശേഷം അതിന്റെ ഇഫക്റ്റിൽ കൂടെ ഓരോ റിസർച്ച്, ഇന്റർനാഷണൽ റിലേഷൻസ് ഒരു കാരണവശാലും ഒന്ന് ഗ്ലോബൽ പോളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ കൂടെ മനസ്സിലാക്കി വന്നിട്ടുള്ളത് മുഴുവനും ആ ഇമോഷൻസും ഐഡിയലിസത്തിനും ഒരു വിധത്തിലും വേൾഡ് പൊളിറ്റിക്സിൽ സ്ഥാനമില്ല. അത് മനസ്സിലാക്കണം. ഒരു ഇമോഷൻസിനും ഐഡിയലിസത്തിലും വേൾഡ് പൊളിറ്റിക്സില് സ്ഥാനമില്ല. പിന്നെ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ കൂടെയോ അല്ലെങ്കിൽ റിയലിസത്തിൽ കൂടെയോ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. പിന്നെ മെറ്റീരിയൽ റിസോഴ്സസിനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയററ്റിക്കൽ അസംഷൻസിനാണ് റിയലിസത്തിൽ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൊർഗേന്ദു പറയുന്നുണ്ട് 6 പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നുണ്ട്. ആ 6 പ്രിൻസിപ്പിൾസ് കൂടി പല വിധത്തിലുള്ള കോൺഫ്ലിക്ട്സ്, കാരണങ്ങൾ, യുദ്ധത്തിനുള്ള കാരണങ്ങൾ പലതാവുന്നുണ്ടെങ്കിലും അത് നടത്തിക്കാണ്ടിരിക്കാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വരുന്നത്.
പിന്നെ റിയലിസത്തിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അപ്രോച്ചായിട്ട്, അല്ലെങ്കിൽ റിയലിസത്തിനെ ഒരു അപ്രോച്ചായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് അത് സീസ് ചെയ്യുന്നില്ല, അത് പരാമർശിക്കുന്നില്ല. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് എപ്പോഴും ഡോമിനന്റ് ആയ ആക്ടേഴ്സ് പൊളിറ്റിക്സിലുണ്ട്, ആ തിയറട്ടിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്സിലുണ്ട്. അങ്ങനെ റെലവൻസ് ഇന്ത്യൻ റിയലിസത്തിന്റെ റെലവൻസ് കണ്ടിന്യൂ ചെയ്ത് കൂടെയെങ്കിലും 9/11 യുണൈറ്റഡ് നേഷൻസിലെ അറ്റാക്ക് ആന്റിസിപ്പേറ്ററി മെഷേഴ്സ് എടുത്തു US അതിനുശേഷം. അതേമാതിരി റിയലിസ്റ്റിക് ആയിട്ടുള്ള എന്റർപ്രൈസസ് ഓഫ് തിയറി ബിൽഡിംഗ്, ഹോംലാൻഡ് സെക്യൂരിറ്റിനെ പറ്റിയും പല വിധത്തിലുള്ള പോളിസിയിൽ ആക്ഷൻസ് പറയുന്നു. അമേരിക്കയുടെ ഗ്ലോബൽ വാർ ഓൺ ടെററിസം, അതേമാതിരി ഗ്ലോബൽ വാർ അവർ ഡിക്ലെയർ ചെയ്യാണ്. ഗ്ലോബൽ വാർ ഓൺ ടെററിസത്തിലും ഇന്റർവെൻഷൻസ് നടത്തി. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ, സിറിയ ഇങ്ങനെയാണ് നടത്തി പോളിസി സർക്കിൾസിൽ US കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.